It's all about humanity. റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്റർ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം, അഥവാ ഹോം തിയേറ്റർ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഹോം തിയേറ്ററുകളൊക്കെ ഇതേപോലെയുള്ള 2.1 പിന്നെ 5.1 4.1 ഇങ്ങനെയുള്ള ഹോം തിയേറ്ററൊക്കെ നമുക്കിത് കംപ്ലൈൻ്റ് ആയത് എങ്ങനെ ശരിയാക്കി നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു അൽടെക് ലാൻസിംഗ് എന്ന് പറയുന്ന ഒരു 2.1 ഒരു ഹോം തിയേറ്ററാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ഇറങ്ങിയൊരു ഹോം തിയേറ്ററാണ്. നമുക്ക് കമ്പ്യൂട്ടറിനും വീട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഇറങ്ങിയൊരു ഹോം തിയേറ്ററാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബ്വൂഫർ ഈ പറഞ്ഞ പോലെ 5 ഇഞ്ച് സബ്വൂഫറാണ്. പിന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു ഹോം തിയേറ്ററായിരുന്നു. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയി. ഇതിനകത്ത് വരുന്നത്, ഇതിൻ്റെ പുറകുവശം വരുന്നത് 2 ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്പുട്ട്, പിന്നെ ഒരു സബ്വൂഫറിൻ്റെ വോളിയം, പിന്നെ ഒരു മെയിൻ വോളിയം കൺട്രോളിനുള്ളൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പവർ സപ്ലൈ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ ഹോം തിയേറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റാതെ വരെ നമ്മളത് ഒഴിവാക്കി കളയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഹോം തിയേറ്ററിൻ്റെ 2.1 ബോർഡ് വരുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റിയിലൊക്കെ തന്നെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നമുക്കിത് ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ബോർഡ് എടുത്ത് നമ്മൾ മാറ്റുക. അതിനുശേഷം നമുക്ക് ഓൺലൈനിൽ കിട്ടാവുന്ന ഒരു 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണിത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നും ചെയ്തിട്ടുള്ളതാണ്. ഇത് 50 വാട്ട്സ് അഥവാ 50 വാട്ട്സ് വെച്ച് 2 ചാനൽ 100 വാട്ട്സ് സബ്വൂഫർ, ഇങ്ങനെയാണ് ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നേരത്തെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂ ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഹോൾസ് എല്ലാം കറക്റ്റ് ആയതിന് ശേഷം നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പല ഹോം തിയേറ്ററിനും പല പുറകുവശം പല രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേ വലുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഹോം തിയേറ്ററിൽ ഇരിക്കുന്നത് അതിൻ്റെ പുറകുവശം കണക്ഷൻസ് എങ്ങനെ വരുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് ആ വലുപ്പത്തിലുള്ളൊരു ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു ഹൈലൈൻ ഷീറ്റോ അല്ലെങ്കിൽ അക്രിലിക്കിൻ്റെ ഷീറ്റോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള നല്ല അത്യാവശ്യം കട്ടിയുള്ള കനത്തിലുള്ള ഒരു ഷീറ്റ് മേടിച്ച് നമുക്ക് ഇതിൻ്റെ രീതിയിലുള്ള ഈ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ തുളച്ചിട്ട് നമുക്കിത് ഈ ക്യാബിനിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 സ്പീക്കർ വർക്ക് ചെയ്യിപ്പിക്കാം, 4 സ്പീക്കർ വേണ്ടവർക്ക് അത് പാരലൽ ചെയ്തെടുക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം. നമുക്കൊരു സബ്വൂഫറും വർക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ 2 ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഈ കമ്പനിയല്ല, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. നമുക്കിപ്പോൾ ആകെ ഉള്ളത് ഇതിൻ്റെ സബ്വൂഫറിൻ്റെ ഒരു ബോക്സ് മാത്രമാണ്. ഈ സബ്വൂഫറിനും വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പാനൽ ബാക്കിൽ തന്നെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
It's all about humanity. It's all about humanity. It's all about humanity. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്ത ക്ലാസ് ഡി ആംപ്ലിഫയർ 2.1 ആംപ്ലിഫയർ വെച്ച് നമ്മുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ, കേടായ ഒരു ഹോം തിയേറ്റർ എങ്ങനെ നമുക്ക് രണ്ടാമത് ഉപയോഗപ്പെടുത്താമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞൊരു ചിലവിൽ, അതായത് നമുക്കിത് ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഓഫർ നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 850 രൂപ മുതൽ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 1200, 1300 റേറ്റ് വരുന്നത്. ഇത് ഓൺലൈനിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാട്ട്സ്, ഒരു ചാനൽ സ്റ്റീരിയോയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 50 ആണ്. ലെഫ്റ്റ് റൈറ്റ്. സബ് വൂഫറിന് 100 വാട്ട്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാവുന്ന അത്യാവശ്യം വേണ്ടിയ ഒരു ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് സബ് വൂഫർ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു 5 ഇഞ്ച് സബ് വൂഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബാസാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മളൊരു ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറും നല്ലത് ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ നല്ലൊരു ക്വാളിറ്റിയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നമുക്കിത് ഉപയോഗിക്കുന്ന സ്പീക്കർ 4 ohms ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം കൊടുക്കാം. 8 ohms ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എണ്ണം കൊടുക്കാം. 4 ohmസിലുള്ള സ്പീക്കർ നിങ്ങൾ 2 സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 4 ohmസിലുള്ള 2 സ്പീക്കർ ഉപയോഗിക്കുക. 4 സ്പീക്കർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 8 ohmസിലുള്ള 4 സ്പീക്കർ ഉപയോഗിക്കുക. 4 ohmസിലുള്ള 4 സ്പീക്കർ ഉപയോഗിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംപ്ലിഫയർ ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ മാക്സിമം 4 സ്പീക്കർ ഉപയോഗിക്കുന്നവർ 8 ohmസിൽ ഉപയോഗിക്കുക. 2 സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 8 ohms ആയാലും 4 ohms ആയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.